English word. Let's Today I'm going to discuss about MEG 7's short story Gajar Halwa by Geeta Hariharan. Geeta Hariharan is an Indian writer based in New Delhi. She has written numerous short stories, including children's stories. The Art of Dying is a collection of her stories, which includes 20 stories. Her main themes are social and political issues of the society. Gajar Halwa is a short story by Geeta Hariharan, and this is a story of Perumai, a village girl from the south who joins as a domestic help in Delhi. This story indirectly deals with the social problems such as poverty, literacy, child labor, etc. that exist in our society. ഈ ഗാജർ ഹൽവ എന്ന ഗീത ഹരിഹരൻ്റെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി മെയിൻലി ഇൻക്ലൂഡ് ഫെമിനിസ്റ്റ് കോമ്പണൻറ്റ്. ഇതിൽ പെരുമ ഈസ് എ ഗേൾ ഹു ഈസ് ലിവിങ് ഇൻ എ വില്ലേജ് ഇൻ സൗത്ത് ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു നോർത്ത് വേർഡ് in search of a job, mainly to support her family, and she is doing household jobs there as a maid. Now she has to undergo hardships through her life, and the life is full of hardships for her. So it deals with the reality situation. ഈ ഒരു സിറ്റുവേഷൻസ് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സൊസൈറ്റിയിലുള്ള പോവേർട്ടി, ഡ്യൂ ടു പോവേർട്ടി വാട്ട് ഹാപ്പൻസ് നാച്ചുറലി they had to shut off their education and they had to go back to child labor which they are forced to do in order to support their family. So there is the absence of education which leads to illiteracy. This is existing in our society. ഈ ഒരു സൊസൈറ്റിയിൽ ഇല്ലിറ്ററസി ഉണ്ടാകാൻ കാരണം എന്താ? പോവർട്ടി. അത് കാരണം ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല, ചൈൽഡ് ലേബർ അവർ മസ്റ്റായിട്ട് ഫോഴ്സ് ആയിട്ട് അവർക്ക് എടുക്കേണ്ടി വരികയാണ്. സാഹചര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൊണ്ട് എന്താവും, അവരെ വീട്ടിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്, അവർ പ്രഷറുണ്ട്, അവർക്ക് എന്തായാലും ജോലി തേടി പോവാണ്. കുറേ പ്രശ്നങ്ങളുകൊണ്ട് എഡ്യൂക്കേഷൻ ഉപേക്ഷിക്കേണ്ടി വരികയാണ്. ഇവിടെ ഈ ഒരു പെരുമ എന്ന ഒരു ഗേളുടെ സ്റ്റോറിയാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഷി ഹാഡ് ടു give away her childhood place or childhood life because, and she's acting as a little mother. We are say acting as a little mother means ഒരു അമ്മേൻ്റെ റോളാണ് അവൾ ഒരു at a young age she's taking. she's burdened up. അവളുടെ ലൈഫ് എന്താണ്? ബേർഡൻഡ് ആണ്. പെരുമ ലീവ്സ് അലോങ് വിത്ത് ഹർ മദർ. ഒരു സാഡ്, ഒരു പാത്തറ്റിക് ലൈഫ് ഓഫ് ദിസ് പെരുമ ഈസ് portrayed in this story. Perme lives along with her mother and 3 siblings in Salem. Her father left the family and her mother works as a laborer. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഫാദർ നോക്കാതെ അവരെ കുടുംബം ഉപേക്ഷിച്ച് പോയി, ലെഫ്റ്റ് ചെയ്ത് പോയി. മദറിന് എന്താ ഒരു ജോലി തേടേണ്ടി വന്നു. മദർ ഇസ് വർക്കിംഗ് ആസ് എ ലേബറർ ഇൻ ദ ഹൈവേ കൺസ്ട്രക്ഷൻ. ആൻഡ് അതൊരു കൺസ്ട്രക്ഷൻ ആകുമ്പോൾ ഒരു കോൺട്രാക്ട് വർക്ക് അവിടെ കുറച്ച് കാലമല്ല നടക്കുമ്പോൾ. അപ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം പെരുമ ഈസ് ലുക്കിംഗ് ആഫ്റ്റർ ഹർ സിബ്ലിങ്സ്. ഈ ഒരു സമയം അമ്മൻ്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത് പെരുമയാണ്. വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും, അലക്കൽ, വാഷിങ്, എവറിത്തിങ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ നോക്കുന്നത് പെരുമയാണ്. ഷി ഹാഡ് ടു മാനേജ് ഓൾ ദ ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ഇൻ ഹർ ഹൗസ്. ഓക്കെ, ആൻഡ് because father has left them already and mother is also going for work, and normally there is no option for her to do, so she had to shed her education or give away her education. So she sends Preme, and naturally when mother is out of job, ഇപ്പം ജോബ്ലെസ് ആയിട്ടുള്ള ഒരു മദർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കിട്ടുമോ വെച്ചിട്ട് ആദ്യം സെൻഡ് ചെയ്യും, എൽഡർ son or daughter. For here Perime is being sent, and she sends Perime along with Chellamma to work. അപ്പോൾ ഇവിടെ ചെല്ലമ്മ ഒരു ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. ഇത് കുറച്ച് കുട്ടികളെ നാട്ടിൽ നിന്ന് സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് കൊണ്ടുപോവാണ് ഫോർ ഗിവിങ് ദം ജോബ്.
ഈ കൊണ്ടുപോകുമ്പോൾ ഒരു ഏജൻസി പോലെ അവർക്കും മാസ ശമ്പളം കൊടുക്കുമ്പോൾ അവർക്ക് ഇത്തിരി കൊടുക്കും. അപ്പോൾ പെരുമയി ഈസ് ടേക്കൺ ബൈ ചെല്ലമ്മ ടു ഡു ആസ് എ മെയ്ഡ് ടു നോർത്ത്. Now she is taken there not to achieve some dream or something like that, but to support her family. ആ ഒരു ലക്ഷ്യത്തോടെയാണ് അവളെ കൊണ്ടുവന്നത്. ചെല്ലമ്മ എംപ്ലോയ്സ് പെരുമയെ ആസ് എ ഡൊമസ്റ്റിക് ഹെൽപ്പ് ഫോർ എ സാലറി ഓഫ് 200 rupees per month. അപ്പോൾ അവർക്ക് ഈ ചെല്ലമ്മ എന്ന ആൾ ലീവ്സ് ഇൻ എ റൂം വിച്ച് ഇസ് ആക്ച്വലി എ സ്കൂട്ടർ ഗാരേജ്. അപ്പോൾ നോർത്തിൽ വീട് കിട്ടുക റൂം കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്രയും ഒരു ഗ്യാരേജിൻ്റെ പോലെയുള്ള ഒരു റൂമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ചെല്ലമ്മ താമസിച്ചിരിക്കണ് മീൻസ് ലിവിങ്. ആൻഡ് ഈ ഒരു ചെല്ലമ്മ അവൾക്ക് ജോലിയാക്കി കൊടുത്തു. 200 rupees. പെരുമ ഈസ് ഗെറ്റിംഗ് 200 rupees ഔട്ട് ഓഫ് വിച്ച് ഷി ഹാഡ് ടു ഗീവ് ദാറ്റ് 50 rupees ടു ചെല്ലമ്മ എവറി മന്ത്. അപ്പോൾ എവറി മന്ത് പെരുമയെ ഈ ഒരു 50 rupees ചെല്ലമ്മക്ക് കൊണ്ടു കൊടുക്കണം. ബാക്കി അവൾ സൂക്ഷിച്ചു വെക്കും ടു സെൻഡ് ഹർ മദർ. സോ ഷീ ഈസ് നോട്ട് ഗോയിങ് ഫോർ എൻജോയ്മെൻറ്റ്, ഷീ ഈസ് നോട്ട് ഗോയിങ് ഫോർ ടു അച്ചീവ് സം ഡ്രീം ടു അർബനൈസ്ഡ് ഏരിയ. നോർത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ സൗത്തിൽ നിന്ന് നോർത്തിലേക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും കൾച്ചർ ദർ വിൽ ബി മെനി ഡിഫറൻസസ്. when we are shifting to somewhere or when we are going abroad, normally what will happen, the language will be a problem, culture will be a problem, situations you don't know how to handle, but normally എന്താവും accustomed ആവും. അതുപോലെ തന്നെ പെരുമ എന്തായി സ്ലോലി ഗ്രാജുവലി ഷി ക്യാച്ചപ്പ് എവറിത്തിങ്. അവിടെ നിന്ന് എല്ലാം പഠിക്കാൻ തുടങ്ങി. എന്താണ് അവളെ ലക്ഷ്യം? എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന ഒരേ ലക്ഷ്യത്തോടാണ് അവളെ ഒരു യാത്ര പോയത്. ഇവിടെ നോക്കാം, ഈ പെരുമേൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഹാർഡ്ഷിപ്സാണ്. ഇനി അവൾ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? സെയിം ഡ്യൂട്ടി തന്നെയാണ്. അവിടെ പോയിട്ട് അവിടെ വർക്ക് എന്താണ്? ഈ ഡൊമസ്റ്റിക് വർക്ക് തന്നെയാണ് അവിടെയും ക്യാരി ചെയ്യുന്നത്. ബിക്കോസ് ആസ് എ maid she had to look after their children, the master's children, or she had to do all the cleaning, every duty she had to do there also. And she's getting all the burden, ഇൻസൾട്ടും ടീസും എല്ലാം മാസ്റ്റേഴ്സിൻ്റെ നിന്ന് കിട്ടും. അതൊക്കെ അവർ അനുഭവിച്ചു കൊണ്ടും everything she had to overcome everything, and never ever she had enjoyed her life. Then she's thinking of to support her family. Perme slowly gets accustomed to the environment in the city. One day she was asked to prepare gajar halwa, carrot halwa, which was new to her. ഒരു ദിവസം അവളോട് ഒരു ക്യാരറ്റ് ഹൽവ ഡിഷ് ഉണ്ടാക്കാൻ പറഞ്ഞു. പക്ഷേ അവൾക്ക് അതൊരു അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ സ്വാഭാവികമായി അവൾ പഠിച്ചെടുത്ത് അവൾ സക്സീഡ് ചെയ്തു. ദിസ് ഈസ് ആ ടൈറ്റിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഹൽവ ഇസ്, it's not a linking to this title, but it is connected to the situations and experience. The first, which is unfamiliar thing, slowly and gradually through experience you become familiar with anything. So you can achieve anything when you become experienced with that field. ഇപ്പോൾ സ്ലോലി ലാംഗ്വേജ് അറിയാത്ത സൗത്തിൽ നിന്ന് ആ ലാംഗ്വേജ് അറിയാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ അത് നോർത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഗ്രാജുവലി ആ എക്സ്പീരിയൻസിലൂടെ അവർ പഠിച്ചു പോകും. അപ്പോൾ പെരുമയെ എന്ത് ചെയ്യും? ഈവൻ ഇഫ് ഷീ ഡോണ്ട് നോ ദ ലാംഗ്വേജ്, ഷീ ആക്ട്സ് ആസ് ഇഫ് ഷീ അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. നമുക്ക് ചില കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, ലാംഗ്വേജ് പ്രോബ്ലംസും, ബിക്കോസ് ഷീ ഈസ് നോട്ട് എഡ്യൂക്കേറ്റഡ്. എവറിത്തിങ് വാസ് എ പ്രോബ്ലം ഫോർ ഹർ. ബട്ട് എന്താ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് മെയ്ഡ് ഹർ എക്സ്പീരിയൻസ് with a new situation, and only because she wanted to support her family. എല്ലാം എൻ്റെ മദർ അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സിനെ നോക്കാൻ വേണ്ടിയിട്ട്, അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അവളെ എല്ലാ കാര്യവും അവൾ ഏറ്റെടുത്തിരുന്നു. So she finally succeeded in it. It shows the beginning of her journey in the strange and unfamiliar city environment. Because of her poverty, there is no escape from the world, but the best she could do was to accustom to that and enter it silently. പിന്നെ അവർക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി യാതൊരു മാർഗ്ഗമില്ല. കാരണം എന്താവും, നാളെ പട്ടിണിയിലാവും അല്ലെങ്കിൽ ഫാമിലി തരില്ലാവും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കാണ്ട് വേറെ യാതൊരു മാർഗ്ഗമില്ല. ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ മാത്രമേ അവൾ
നിങ്ങൾക്ക് ഏക രക്ഷയുണ്ടായിരുന്നുള്ളൂ. സോ ഒരു സാധാരണക്കാരൻ. അപ്പം ഇവിടെ വരുന്ന പെരുമയെ അവൾ വീട്ടിൽ നിന്ന് പെരുമ വാസ് വെയിറ്റിംഗ് ഫോർ മീൻസ് ടു ടേക്ക് വാട്ടർ, മീൻസ് ഷി വാസ് സ്റ്റാൻഡിങ് ഇൻ എ ക്യൂ ടു ഗെറ്റ് സം വാട്ടർ when she was in village. Normally when she was shifted to northern to Delhi, again they were standing in a queue to get some milk to her master's home. അവിടെ മിൽക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അത് മാസ്റ്റർ ഹോമിലേക്ക് കൊണ്ട്. അപ്പോൾ അവൾ ആ സിറ്റുവേഷൻ, ഇപ്പോൾ നോർമലി അവൾ ആ കുട്ടികളോട് അവിടെ വന്ന് ഭൂരിപക്ഷം മെജോറിറ്റി പീപ്പിൾ വേ ലൈക്ക് ഹർ. ഷി ഫൗണ്ട് ദാറ്റ് മെജോറിറ്റി വേ ലൈക്ക് ഹർ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് ഒന്ന് രണ്ട് വീഴല്ല സൊസൈറ്റിയിൽ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻ റിയാലിറ്റി. സോ ഗീത ആര്യൻ ഈസ് ഷോയിങ് ഓഫ് ത്രൂ ദിസ് സ്റ്റോറി ദാറ്റ് this is the real situation which is going on in the society. How the people are, how children at an early age they had to give up their education for supporting their family. Okay, and when we are considering about this pregnancy, we can say no, she is an unfortunate girl because at young age itself she had to give off everything, the childhood praise, everything. ആ കുട്ടിക്കളം കളി എല്ലാം അവൾ വിട്ടിട്ട് എന്തായി, ഒരു അമ്മയായി മാറി. a little mother, and already we can see that a little mother, she became a little mother means ആ മദറിൻ്റെ പോലെ ഒരു യങ് ഏജിൽ ഒരു മദറിൻ്റെ പോലെ ബേർഡൻഡ് ആയിട്ട് ടേക്കിങ് എവറിത്തിങ് സിറ്റുവേഷൻസ് into the mind and handling everything, looking after the siblings at the same time doing domestic works. ഒരു മദറിൻ്റെ പോലെ എല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു അറ്റ് യങ് ഏജ്. ദ ചൈൽഡ് ലേബർ ഇഷ്യൂ ഇസ് ബോട്ട് ഇൻ ടു ദിസ് സ്റ്റോറി. അപ്പോൾ ഇവിടെ ഒരു റിയാലിറ്റി സിറ്റുവേഷനാണ് ഈ സ്റ്റോറിയിലുള്ള ഗീത ഹരിഹരൻ ഇസ് ഫോക്കസിങ്. ആൻഡ് നോർമലി വാട്ട് ഈസ് ഗോയിങ് ഓൺ ഡ്യൂ ടു പോവർട്ടി and absence of education, migration in search of job. They had to leave their family in search of job to support their family-ന് വേണ്ടിയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ജോബിന് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? ടു സപ്പോർട്ട് their family. They are forced to leave the family at young age, okay, and do child labor. So this is a short summary of Gajar Halwa. Thank you.